ഹലോ, ഗുഡ് ഈവനിങ്. ഒരു പണമരം വെച്ചു പിടിപ്പിച്ചാലോ? ഇന്ന് അലങ്കാര ചെടികളിലും പഴവർഗ്ഗങ്ങളിലും നൂതന പരീക്ഷണങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അതിന് ആധുനിക സാങ്കേതിക വിദ്യയെ അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. ഒരേ ബൊഗെയിൻവില്ലയിൽ നിന്ന് പല കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കുക, ഒരേ മാവിൽ നിന്ന് പല ഇനങ്ങളിലുള്ള മാമ്പഴങ്ങൾ ഉണ്ടാക്കുക, ഒരേ വാഴയിൽ നിന്ന് ഒന്നിലധികം വാഴക്കുലകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഒരു സാധാരണ സംഭവങ്ങളാണ്. പണ്ട് നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ മാതാപിതാക്കന്മാരെ കൂടുതൽ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു ഡയലോഗുണ്ട്: ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല എന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും സബ്സിഡികളെക്കുറിച്ചും സൗജന്യങ്ങളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഇതേ ഡയലോഗ് ആവർത്തിക്കുന്നത് കണ്ടു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു പണമരമുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. 500-ൻ്റെയും 200-ൻ്റെയും 100-ൻ്റെയും നോട്ടുകൾ ഈ പണമരത്തിൽ അങ്ങനെ കായ്ച്ചു കിടക്കുന്നു. അത് കാണാൻ തന്നെ ഒരു സുഖമുണ്ട്. നമുക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ ബാങ്കിലേക്കൊന്നും ഓടണ്ട, ATM-ലേക്കും പോകണ്ട. നമ്മുടെ പണമരത്തിൻ്റെ അടുത്ത് പോയി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പണം പറിച്ചെടുത്താൽ മതി. പക്ഷേ ഈ ഭാവനയിൽ ഒരുപാട് അതിശയോക്തി കലർന്നിട്ടുണ്ട്. പണമരം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ വളരുന്ന ഒരു വൃക്ഷമല്ല. അതിന് മറ്റു വൃക്ഷങ്ങളെ പോലെ ചാണകവും ചാരവും ഒന്നും വളമായി കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ വളം പണം തന്നെയാണ്. പണമരം വർഷം തോറും കായ്ക്കുന്നതും മാസത്തിൽ കായ്ക്കുന്നതും ഉണ്ട്. പണമര തൈകളുണ്ട്. പണം കായ്ച്ചു തുടങ്ങിയ തൈകളുമുണ്ട്. പണം കായ്ച്ചു തുടങ്ങാത്ത തൈകളുമുണ്ട്. കായ്ച്ചു തുടങ്ങാത്ത തൈകളാവുമ്പോൾ പണം ഉണ്ടായി തുടങ്ങാൻ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഒരു പണമരം വെച്ച് പിടിപ്പിച്ചാലോ? ഇത് ജോസ് കാച്ചപ്പള്ളി @JosKaachapalli1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.